ഹലോ ഫ്രണ്ട്സ്, എന്തായി എല്ലാവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? ഞങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് എൻ്റെ മോൾ ശ്രീയാണ്. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോന്നും എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് ഓരോന്നും ഉണ്ടാക്കി വെക്കും അവൾ. ഇപ്പോൾ അവൾക്ക് ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ് കേട്ടോ. എ4 ഷീറ്റോ ചാർട്ട് പേപ്പറോ എന്താ നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചെങ്കിൽ അതെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ന്യൂസ് പേപ്പർ കോണായിട്ട് ആദ്യം മടക്കിയതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പേപ്പറിൻ്റെ താഴെ മുതൽ അടിവരെ അത് ഒട്ടിക്കുക. നിങ്ങളുടെ കയ്യിൽ ഗമ്മാണോ ഉള്ളതെങ്കിൽ അതെടുത്ത് ഒട്ടിക്കാം. അത് ഒട്ടിച്ച് രണ്ട് സൈഡും ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പേപ്പർ കട്ട് ചെയ്ത് കളയുക. ഇതിൽ കാണിക്കുന്നത് പോലെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി അടിയിൽ വരുന്ന പേപ്പറാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അതിനുശേഷം അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് കൈ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് നിവർത്തി വെക്കുക. ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് ഒരു പീസിന് വരുന്നത് 40 രൂപയാണ്. നമുക്ക് വലുത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മേടിക്കാം. ഞങ്ങൾ 2 പീസാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. പിന്നീട് ഡബിൾ സൈഡ് ടേപ്പ് പിന്നെയും അതിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ചുറ്റുഭാഗം ഒട്ടിച്ചു കൊടുക്കുക. താഴെ മുതൽ മേലെ വരെ അത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പച്ച സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം അത് ഒട്ടിച്ചതിന് ശേഷം ഈ പച്ചത് അത് ചുറ്റുഭാഗം നമ്മൾ ഒട്ടിച്ച് മേലെ വരെ ഒട്ടിച്ച് വയ്ക്കുക. ഡബിൾ സൈഡ് ടേപ്പ് വട്ടത്തിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ പച്ച മാല ചുറ്റുന്നതിനനുസരിച്ചിട്ട് അത് നമുക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കാം. അത് വിട്ടിട്ടൊക്കെ ഒട്ടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മേലെ വരെ അങ്ങനെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാല എടുത്തിട്ട് ചുറ്റാം. അത് മേലെന്ന് ചുറ്റി വരുന്നതായും നല്ലത്. മോളിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളത് താഴെ നിന്നാണ് ചുറ്റിയത്. മേലെന്ന് ചുറ്റുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ ചുറ്റുന്നതിനനുസരിച്ച് നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞാൽ മതി. കാരണം അത് നമ്മൾ ചുറ്റി വരുമ്പോൾ മൊത്തമായിട്ട് നമ്മൾ ആ ടേപ്പ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇവിടേക്ക് അറിയാലോ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ നമുക്കത് ഭയങ്കര പ്രയാസമാവും എടുത്ത് മാറ്റാൻ. പിന്നെ പേപ്പറും അല്ലേ, അപ്പോൾ പേപ്പറിൽ ഇപ്പോൾ കീറി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്കത് ചുറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്കത് ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് മാറ്റിയിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റി വരാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ മാല ഈ പേപ്പറിൻ്റെ മേലെ ചുറ്റിയിട്ട് ഇതുപോലെ ക്രിസ്മസ് ട്രീയുടെ പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ പേപ്പർ എടുത്തത് കൊണ്ട് തന്നെ ഈ പേപ്പർ അറിയാലോ, തീരെ വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണല്ലോ നമ്മൾ പേപ്പർ എന്ന് പറയുന്നത്. ഈ പേപ്പറിൻ്റെ മേലെ ഈ മാലം കൂടെ വന്നപ്പോൾ അത് തീരെ ഒരു സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു വടിയോ ചിലപ്പോൾ എന്തെങ്കിലും ബക്കറ്റൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് എന്നിട്ട് ഇത് നിൽക്കാതെ ആയപ്പോൾ, ഇതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞപ്പോൾ നിൽക്കാതെ ആയപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണിത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് അയയ്ക്കുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.